ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു മാഗി ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് 2 മുട്ടയും ഒരു പാക്കറ്റ് നൂഡിൽസും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെയല്ല. ഇത് കുറച്ചും കൂടി സ്നാക്ക് എന്നുള്ള രീതിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അവർക്ക് ഒത്തിരി ആയിട്ട് അങ്ങോട്ട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗളിനകത്തോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ ആദ്യം ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ബാറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി 2 മുട്ട ഞാൻ ഇവിടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ട വരെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പച്ചക്കറികളാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഒരു 3-4 ഇതൾ കറിവേപ്പില അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ആണ് എല്ലാം ചേർത്തിട്ടുള്ളത്. തക്കാളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അഥവാ ക്യാപ്സിക്കം ഒന്നും കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സവാളയും തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ എടുത്ത് വെക്കാം. അതിന് ശേഷം വേണം നമ്മൾ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാക്കറ്റ് പൊട്ടിക്കണതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുക. ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു സോസ് പാനിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്, നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ശേഷം നമുക്ക് ഈ മസാലയും കൂടി പൊട്ടിച്ച് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കണ പോലെ തന്നെയാണ്. വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിച്ച് വറ്റിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഒഴിക്കരുത്, കാരണം ഒത്തിരി കുഴഞ്ഞു പോകാൻ പാടില്ല. ഓരോന്നായിട്ട് വിട്ട് വിട്ട് നിൽക്കുന്ന പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 1/4 കപ്പിനൊക്കെ താഴെ വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ മധുരപ്പൊടി എല്ലായിടെയൊക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൽ വെള്ളം ഒന്ന് വറ്റണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നൂഡിൽസ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പൊ അതേ ഇത് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല, ഓരോന്ന് വിട്ട് വിട്ടിട്ടുള്ള പരിവാണുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിനകത്തോട്ടങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ ഒഴിക്കണ പോലെ അത്രയും തന്നെ ഓയിൽ മതി. എന്നിട്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ തീ കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. കാരണം നമ്മൾ ഇനി ഇതിനകത്തോട്ട് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നല്ലോണം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇത് മുഴുവനായിട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും തന്നെ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടാവും, വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് മറച്ചിടണ്ട, ഒന്ന് മടക്കിയിട്ട് കൊടുത്താൽ മതി. പൊട്ടാതെ ഇതേപോലെ സൂക്ഷിച്ചൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 30 സെക്കൻഡ് ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ചാൽ മതി. തിരിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെന്തിട്ടുണ്ടാവും അപ്പോഴേക്കും. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാഗി ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി എരിവ് കിട്ടും. കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും.
കണ്ടില്ലേ ഇതേപോലെ ഉണ്ടാവുക. അപ്പൊ എല്ലാരും ഈ ഡിഫറെന്റ് ആയിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പൊ ഇതേപോലെ തന്നെ മറ്റു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഇനിയും കിട്ടുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.